കഴിഞ്ഞ ക്ലാസ്സിൽ റിലേഷൻസ് ആൻഡ് ഫങ്ഷൻസ് എന്ന് പറയുന്ന ചാപ്റ്ററിൻ്റെ എക്സസൈസ് 1.1 ക്വസ്റ്റ്യൻ നമ്പർ 10 വരെയാണ് നമ്മൾ ചെയ്ത് നിർത്തിയത്. അപ്പോൾ ഇന്ന് നമ്മൾ ക്വസ്റ്റ്യൻ നമ്പർ 11 ആണ് ആദ്യം നോക്കാൻ പോകുന്നത്. ഓക്കെ, ഷോ ദാറ്റ് ദ റിലേഷൻ ആർ in the set A of points in a plane given by R is equal to ordered pair PQ such that distance of the point P from the origin is same as the distance of the point from the origin. ഓക്കെ, അപ്പോൾ നമ്മൾ ഇവിടെ പറഞ്ഞിരിക്കുന്ന എ എന്ന് പറയുന്ന സെറ്റ് ഓഫ് ഓൾ പോയിൻറ്റ്സ് ഇൻ എ പ്ലെയിൻ. ഒരു പ്ലെയിനിൽ നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റുന്ന എല്ലാ പോയിൻറ്റ്സിൻ്റെയും കളക്ഷനാണ് നമ്മുടെ എ എന്ന് പറയുന്ന സെറ്റ്. ജസ്റ്റ് നിങ്ങൾ ഓർക്കുക, ഒരു പ്ലെയിനിൽ നമുക്ക് എന്തുമാത്രം പോയിൻറ്റ്സ് കൺസിഡർ ചെയ്യാവോ ആ പോയിൻറ്റ്സിൻ്റെ കളക്ഷനാണ് എ എന്ന് പറയുന്ന സെറ്റ്. ഓക്കെ, എ എന്ന് പറയുന്ന സെറ്റ്. ദെൻ ഇനി തന്നിരിക്കുന്ന റിലേഷൻ എന്താണ്? R is equal to PQ such that distance of P from the origin is same as the distance of Q from the origin. അതായത് നമ്മളിപ്പോൾ ഒറിജിനെ ലെറ്റ് O be the origin. ഒറിജിനെ നമ്മൾ O എന്ന് വിളിക്കുകയാണെങ്കിൽ ഈ ഒറിജിനിൽ നിന്ന് പിയിലേക്കുള്ള ഡിസ്റ്റൻസ് അതെന്തായിരിക്കും? OP അല്ലേ? ആൻഡ് ഒറിജിനിൽ നിന്ന് ക്യൂവിലേക്കുള്ള ഡിസ്റ്റൻസ് അതെന്തായിരിക്കും? OQ. ഇത് രണ്ടും സെയിം ആണെങ്കിൽ നമുക്ക് എന്ത് പറയാൻ പറ്റും? ഓർഡേർഡ് പെയർ PQ നമ്മുടെ റിലേഷൻ്റെ അകത്ത് ഉണ്ടാകും എന്ന് പറയാം. അപ്പോൾ ഇതാണ് അവർ തന്നിരിക്കുന്ന റിലേഷൻ. അപ്പോൾ ഇത് വെച്ചിട്ടാണ് നമ്മൾ ഇനി ഈ റിലേഷൻ ഇക്വലൻസ് ആണെന്ന് പ്രൂവ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇക്വലൻസ് ആണെങ്കിൽ അത് ഒരേ സമയം റിഫ്ലെക്സീവ് ആകണം, സിമെട്രിക് ആകണം, ട്രാൻസിറ്റീവ് ആകണം. ഇനി റിഫ്ലെക്സീവിൻ്റെ കണ്ടീഷൻ നമുക്ക് ചെക്ക് ചെയ്യാം. അപ്പോൾ റിഫ്ലെക്സീവ് ആകണമെങ്കിൽ ഒരു എലമെൻ്റ് എടുത്താൽ പി എന്ന് പറയുന്ന ഒരു പോയിൻ്റ് എടുത്തു കഴിഞ്ഞാൽ ഓർഡേർഡ് പെയർ PP നമ്മുടെ ആറിൽ ഉണ്ടാകണം അല്ലേ? ഓർഡേർഡ് പെയർ PP ആറിലുണ്ടെങ്കിൽ ഒറിജിനിൽ നിന്ന് പിയിലേക്കുള്ള ഡിസ്റ്റൻസും അതുപോലെ തന്നെ ഒറിജിനൽ രണ്ടും ഒന്ന് തന്നെയാണല്ലോ. ഒറിജിനിൽ നിന്ന് ഈ പിയിലേക്കുള്ള ഡിസ്റ്റൻസും സെയിം ആയിരിക്കണം. പിയും എടുത്തു കഴിഞ്ഞാൽ അത് രണ്ടും ഒരു പോയിന്റ് തന്നെ അല്ലേ? സിൻസ് പോയിന്റ് പി ആൻഡ് പോയിന്റ് പി രണ്ടും ഒരു എലമെൻ്റ് എടുത്താൽ അത് അതിനോട് തന്നെ റിലേറ്റഡ് ആകണം. അതുകൊണ്ടാണ് ഞാൻ രണ്ടും ഒരേ പോയിന്റ് എടുത്തത്. പോയിന്റ് പി ആൻഡ് പോയിന്റ് പി ആർ സെയിം അല്ലേ? രണ്ടും ഒരേ പോയിന്റ് തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒറിജിനിൽ നിന്ന് പിയിലേക്കുള്ള ഡിസ്റ്റൻസ് അതിൻ്റെ രണ്ടാമത്തെ പോയിൻ്റായ അതും പി തന്നെയാണ് അല്ലേ? ഒറിജിനിൽ നിന്ന് അതിലേക്കുള്ള ഡിസ്റ്റൻസ് OP ഈക്വൽ ടു OP ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ ഓർഡേർഡ് പെയർ PP എവിടെ ഉണ്ടാവും? ആറിൽ ഉണ്ടാകും. ദെർഫോർ നമ്മുടെ റിലേഷൻ R എന്ന് പറയുന്നത് റിഫ്ലെക്സീവ് ആണെന്ന് നമുക്ക് കിട്ടും. ഓക്കെ, റിലേഷൻ R ഇസ് റിഫ്ലെക്സീവ്. ആൻഡ് ഇനി അടുത്തത് സിമെട്രിക്കിൻ്റെ കണ്ടീഷൻ പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ലെറ്റ് PQ എന്ന് പറയുന്നത് ആറിലുണ്ടെന്ന് നമ്മൾ എടുക്കും. അപ്പോൾ PQ എന്ന് പറയുന്ന ആറിലുണ്ടെങ്കിൽ ഒറിജിനിൽ നിന്ന് പിയിലേക്കുള്ള ഡിസ്റ്റൻസ് ആയ OPയും ഒറിജിനിൽ നിന്ന് ക്യൂവിലേക്കുള്ള ഡിസ്റ്റൻസ് ആയ OQവും എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. OP ഈക്വൽ ടു OQ ആണെങ്കിൽ തിരിച്ചെഴുതിയാലും ഈക്വൽ അല്ലേ? OQ ഈക്വൽ ടു OP എന്ന് എഴുതാം. സോ ഫ്രം ദ ഡെഫിനിഷൻ വി ക്യാൻ സേ ദാറ്റ് ഓർഡേർഡ് പെയർ QP ബിലോങ്സ് ടു R. Therefore R is symmetric. R സിമെട്രിക് എന്ന് കിട്ടും. ഓക്കെ, ആൻഡ് ലാസ്റ്റ് വൺ ട്രാൻസിറ്റീവിൻ്റെ കേസ്. അപ്പം അതിന് വേണ്ടി നമ്മൾ രണ്ടെണ്ണം അസ്യൂം ചെയ്യുമല്ലോ. ആദ്യം ഒരു ഓർഡേർഡ് പെയർ ആറിലുണ്ടെന്ന് എടുക്കും. ഇനി ഇവിടെ ഫസ്റ്റ് എടുത്ത ഓർഡേർഡ് പെയറിലെ അവസാനത്തെ ആളിൽ നിന്ന് തുടങ്ങും. ക്യൂവിൽ തുടങ്ങി വേറൊരു എലമെൻറ്റ് ബിലോങ്സ് ടു R എന്നെടുക്കും. അപ്പോൾ PQ ആറിലുണ്ടെങ്കിൽ ഒറിജിനിൽ നിന്ന് പിയിലേക്കുള്ള ഡിസ്റ്റൻസ് ആയ OPയും ഒറിജിനിൽ നിന്ന് ക്യൂവിലേക്കുള്ള ഡിസ്റ്റൻസ് ആയ OQവും സെയിം ആയിരിക്കും. ആൻഡ് ഈ രണ്ടാമത് എഴുതിയതിൽ നിന്ന് OQ ഇസ് ഈക്വൽ ടു OS എന്ന് കിട്ടും. OP OQവിന് ഈക്വൽ ആണ്. ആ OQ OSന് ഈക്വൽ ആണെങ്കിൽ ഉറപ്പായിട്ടും നമുക്ക് എന്ത് പറയാൻ പറ്റും? OP ഈക്വൽ ടു OS എന്ന് എഴുതാം. Therefore from the definition we will get ordered pair PS belongs to R. അതുകൊണ്ട് തന്നെ R എന്തായിരിക്കും? ട്രാൻസിറ്റീവ് ആയിരിക്കും. R ട്രാൻസിറ്റീവ് ആയിരിക്കും. 3 കണ്ടീഷനും സാറ്റിസ്ഫൈ ചെയ്യുന്നത് കൊണ്ട് തന്നെ R എന്ന് പറയുന്നത് ഒരു ഇക്വലൻസ് റിലേഷൻ ആയിരിക്കും. ഓക്കെ, R ഈസ് ആൻ ഇക്വലൻസ് റിലേഷൻ. ഇനി വേറൊരു ക്വസ്റ്റ്യനും കൂടെ അവർ അതിൻ്റെ കൂടെ തന്നിട്ടുണ്ട്. ഫർദർ ഷോ ദാറ്റ് ദ സെറ്റ് ഓഫ് ഓൾ പോയിൻറ്റ്സ് റിലേറ്റഡ് ടു പോയിന്റ് P 0 എന്ന് പറയുന്ന പോയിൻറ്റിനോട് ഈക്വൽ അല്ലാത്ത എല്ലാ പോയിൻറ്റ്സ് P അതിൻ്റെ കളക്ഷൻ
0 അല്ലാത്ത ബാക്കി എല്ലാ പോയിൻറ്സും നിങ്ങൾക്ക് ചിന്തിക്കാമല്ലോ, 0 അല്ലാത്ത ബാക്കി എല്ലാ പോയിൻറ്സും ആ പോയിൻറ്സിൻ്റെ കളക്ഷൻ എന്ന് പറയുന്നത് ഈസ് ദ സർക്കിൾ പാസിങ് ത്രൂ പി വിത്ത് ഒറിജിൻ ആസ് സെൻറ്റർ. 0 അല്ലാത്ത എല്ലാ പോയിൻറ്സും ദാറ്റ് ആർ റിലേറ്റഡ് ടു ദ പോയിൻറ്റ് പി, പിയോട് റിലേറ്റഡ് ആയിട്ടുള്ള ബാക്കി എല്ലാ പോയിൻറ്സിൻ്റെയും കളക്ഷൻ എന്ന് പറയുന്നത് ഒറിജിൻ സെൻറ്റർ ആക്കിക്കൊണ്ട് പി റേഡിയസ് ഉള്ള ഒരു സർക്കിൾ ആയിരിക്കുമെന്നാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. ഓക്കെ, നമുക്കറിയാമല്ലോ പി യു ആയിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള എലമെൻറ്റ്സ് എന്ന് പറഞ്ഞാൽ ഒറിജിനിൽ നിന്ന് പിയിലേക്കുള്ള ഡിസ്റ്റൻസ് ആയ ഒ പിക്ക് ഈക്വൽ ആയിട്ടുള്ള ആൾക്കാരാണ്. അപ്പം ഞാൻ ജസ്റ്റ് ഒരു ഫിഗർ വരയ്ക്കുവാണ്. തൽക്കാലം ഞാനൊരു സർക്കിൾ പോലെ തന്നെ വരയ്ക്കുവാണ്. അതിൻ്റെ അകത്ത് എന്ത് വരുമെന്ന് നോക്കാം. ഈ ഒറിജിനിൽ നിന്ന് ഇതാണ് പോയിന്റ് പി എന്ന് കരുതുക. വേറൊരു കളർ കൊടുക്കുക. ദിസ് ഇസ് പോയിന്റ് പി ആൻഡ് ദിസ് ഇസ് ഒറിജിൻ ഒ. ഇത് പി ആണ്. ഇവിടെ നിന്ന് ഇങ്ങോട്ടുള്ള ഡിസ്റ്റൻസ് ഒ പി, ഇതിന് ഈക്വൽ ആയിട്ടുള്ള, അതായത് ഒ പി ഈക്വൽ ടു ആ ഡിസ്റ്റൻസ് ഇപ്പോൾ 5 ആണെങ്കിൽ ഈ 5 ഡിസ്റ്റൻസ് ഉള്ള ആൾക്കാരെല്ലാവർക്കും ആയിരിക്കുമല്ലോ പി യു ആയിട്ട് റിലേറ്റഡ് ആയിട്ടുള്ളത്. ഇപ്പോൾ സപ്പോസ് ഈ ഒരു പോയിന്റ് ദിസ് ഇസ് ക്യൂ. ഇവിടെ നിന്ന് ഇങ്ങോട്ടുള്ള ഡിസ്റ്റൻസും സപ്പോസ് ഇത് എസ് ആണെന്ന് കരുതുക, ഇതും എസ് ആണെന്ന് കരുതുക. അങ്ങനെയാണെങ്കിൽ ഈ പിയും ക്യൂവും തമ്മിൽ റിലേറ്റഡ് ആണ്. ഇങ്ങനെ പി യു ആയിട്ട് റിലേഷനുള്ള എല്ലാ ആൾക്കാരുടെയും കളക്ഷൻ എന്ന് പറഞ്ഞാൽ അത് ഒരു സർക്കിളിലെ പോയിൻറ്റ്സ് ആയിരിക്കുമല്ലോ ഉറപ്പായിട്ടും. കാര്യം സപ്പോസ് ഇഫ് ഐ എം കൺസിഡറിങ് അനദർ പോയിന്റ് ഹിയർ, ഇവിടെ ഒരു പോയിന്റ് കൺസിഡർ ചെയ്യുവാണ്. ഈ ഒറിജിനിൽ നിന്ന് ഇങ്ങോട്ടുള്ള ഡിസ്റ്റൻസ് ഇത് ടി ആണെന്ന് കരുതുക. ഇതെന്തായാലും എസ് ആയിരിക്കത്തില്ലല്ലോ, എസ് പ്ലസ് ഒരു ക്വാണ്ടിറ്റി ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ പിയും ടിയും തമ്മിൽ റിലേഷൻ ഉണ്ടാകത്തില്ല, അല്ലേ? പിയും ടിയും തമ്മിൽ റിലേഷൻ ഉണ്ടാകത്തില്ല. ദാറ്റ് മീൻസ് പി യു ആയിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ആൾക്കാരുടെ കളക്ഷൻ എന്ന് പറഞ്ഞാൽ എന്ത് തന്നെ ആയിരിക്കും? നമ്മുടെ സർക്കിൾ തന്നെ ആയിരിക്കും, അല്ലേ? അതായത് ഇഫ് പി ക്യു ബിലോങ്സ് ടു ആർ എന്നെടുക്കുവാണെങ്കിൽ അതിൽ നമുക്ക് എന്താ കിട്ടുന്നത്? ഒ പി ഈക്വൽ ടു ഒ ക്യു എന്നാണ് കിട്ടുന്നത്. ദാറ്റ് മീൻസ് സെറ്റ് ഓഫ് പോയിൻറ്റ്സ് related to P will have same distance from origin as P, അല്ലേ? ഒറിജിനിൽ നിന്ന് ആ പോയിന്റിലേക്കുള്ള ഡിസ്റ്റൻസ് എത്രയാണോ അത് തന്നെ ആയിരിക്കും ഒറിജിനിൽ നിന്ന് പിയിലേക്കുള്ള ഡിസ്റ്റൻസ്. ഇപ്പം നമ്മൾ ക്യൂ എന്ന് പറയുന്നൊരു പോയിന്റ് എടുത്താൽ ഒറിജിനിൽ നിന്ന് ക്യൂയിലേക്കുള്ള ഡിസ്റ്റൻസ് വിൽ ബി ഈക്വൽ ടു ഒറിജിനിൽ നിന്ന് പിയിലേക്കുള്ള ഡിസ്റ്റൻസ് വിൽ ബി ഈക്വൽ ടു ഒറിജിനൽ. ഇപ്പോൾ 6 എന്ന് പറയുന്നൊരു പോയിന്റ് എടുത്ത് ഒറിജിനിൽ നിന്ന് 6ലേക്കുള്ള ഡിസ്റ്റൻസ്. അപ്പോൾ അത് വേണമെങ്കിൽ ഇതാ ഒരു സർക്കിളായിട്ട് ഞാനിപ്പോൾ ഇങ്ങനെ വരയ്ക്കുവാണെങ്കിൽ, ഇങ്ങനൊരു സർക്കിളായിട്ട് വരയ്ക്കുവാണെങ്കിൽ സി ഇഫ് ദിസ് ഇസ് പോയിന്റ് ഒ, ഇത് ഒ പി ആയിരിക്കും ആൻഡ് ഇത് ഒ ക്യു ആയിരിക്കും, അല്ലെങ്കിൽ ദിസ് ഇസ് ഒ ആർ. ഈ ഡിസ്റ്റൻസുകളെല്ലാം ഒ ടു പി, അതുപോലെ തന്നെ ഒ ടു ആർ ആൻഡ് ഒ ടു ക്യൂ, ഈ ഡിസ്റ്റൻസ് എല്ലാം എന്തായിരിക്കും? സെയിം ആയിരിക്കും. അവർ ആക്ച്വലി എന്താണ്? ദേ ആർ ദ പോയിൻറ്റ്സ് റിലേറ്റഡ് ടു പി വിച്ച് ലൈസ് ഓൺ ദ സർക്കിൾ വിത്ത് സെൻറ്റർ ഒ ആൻഡ് റേഡിയസ് ഒ പി. ഒ പി റേഡിയസ് ഉള്ള 0 സെൻറ്റർ ആയിട്ടുള്ള ഒരു സർക്കിൾ ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. ലാസ്റ്റ് ഇങ്ങനെ എഴുതിയാൽ മതി. ഓൾ പോയിൻറ്റ്സ് റിലേറ്റഡ് ടു പി ഈസ് ദ സർക്കിൾ വിത്ത് സെൻറ്റർ ഒ ആൻഡ് റേഡിയസ് ഒ പി എന്ന് എഴുതിയാൽ മതി. സോ അതായിരുന്നു നമുക്ക് പ്രൂവ് ചെയ്യാനുണ്ടായിരുന്നത്. സെൻറ്റൻസും കൂടെ ഞാൻ എഴുതാം. therefore all points related to p യു ആയിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ പോയിൻറ്റ്സും എന്ന് പറയുന്നത് എവിടെയാണ് കിടക്കുന്നത്? ഒരു സർക്കിളിലായിരിക്കും. സർക്കിളിൻ്റെ സെൻറ്റർ എന്തായിരിക്കും? സർക്കിൾ വിത്ത് സെൻറ്റർ നമ്മുടെ 0 ആയിരിക്കും. ആൻഡ് റേഡിയസ് എന്ന് പറയുന്നത് നമ്മുടെ ഒ പി തന്നെ ആയിരിക്കും. ഇതാണ് നമുക്ക്
പ്രൂവ് ചെയ്യാൻ ഉണ്ടായിരുന്നത്. ഇനി നമുക്ക് ക്വസ്റ്റ്യൻ നമ്പർ 12 പോകാം. വളരെ സിമ്പിളായിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഷോ ദാറ്റ് ദ റിലേഷൻ ആർ ഡിഫൈൻഡ് ഇൻ ദ സെറ്റ് എ ഓഫ് ഓൾ ട്രയാങ്കിൾസ്. അപ്പോൾ സെറ്റ് എന്താണ് നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത്? ഒരു പ്ലെയിനിൽ നമുക്ക് വരയ്ക്കാൻ പറ്റുന്ന എല്ലാ ട്രയാങ്കിൾസിൻ്റെയും ഒരു കളക്ഷൻ, അതാണ് നമ്മുടെ സെറ്റ് എ. ആൻഡ് റിലേഷൻ എന്താണ് പറഞ്ഞിരിക്കുന്നത്? T1 is similar to T2. സിമിലാരിറ്റി നമുക്കറിയാമല്ലോ, രണ്ട് ട്രയാങ്കിൾസ് സിമിലർ ആണെങ്കിൽ അവരുടെ സൈഡ്സ് തമ്മിലുള്ള റേഷ്യോസ് സെയിം ആയിരിക്കും. അങ്ങനെയുള്ള ട്രയാങ്കിൾസിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? സിമിലർ ട്രയാങ്കിൾസ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ രണ്ട് ട്രയാങ്കിൾസ്, ഇപ്പോൾ സപ്പോസ് T1ഉം T2ഉം സിമിലർ ആണെങ്കിൽ നമുക്ക് T1 T2 എന്ന് പറയുന്ന ഓർഡർഡ് പെയർ ആ റിലേഷൻ്റെ അകത്ത് ഉണ്ടാവും. അപ്പോൾ ഇതാണ് തന്നിരിക്കുന്ന റിലേഷൻ. ഓക്കെ, അങ്ങനെയുള്ള എല്ലാ ട്രയാങ്കിൾസിൻ്റെയും കളക്ഷനാണ് നമ്മുടെ റിലേഷൻ. ഇതൊരു ഇക്വലൻസ് റിലേഷൻ ആണെന്ന് പ്രൂവ് ചെയ്യണം. സെക്കൻഡ് ഒരു ക്വസ്റ്റ്യനും കൂടെ ഉണ്ട്, അത് നമുക്ക് ചെയ്യാം. അപ്പോൾ ആദ്യം നമുക്ക് ഇത് ട്രയാങ്കിളിൻ്റെ സിമിലാരിറ്റി വെച്ചിട്ട് അത് ഇക്വലൻസ് ആണെന്ന് നമുക്ക് പ്രൂവ് ചെയ്യാം. നമുക്കറിയാമല്ലോ, എല്ലാ ട്രയാങ്കിളും എവ്രി ട്രയാങ്കിൾ ഇസ് സിമിലർ ടു ഇറ്റ് സെൽഫ് അല്ലേ? എല്ലാ ട്രയാങ്കിളും ആ ട്രയാങ്കിളിനോട് തന്നെ സിമിലർ ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ടി എന്ന് പറയുന്നൊരു ട്രയാങ്കിൾ എടുത്താൽ ഈ ടീനോട് തന്നെ റിലേറ്റഡ് ആയിരിക്കും. അതുകൊണ്ട് തന്നെ നമ്മുടെ റിലേഷൻ എന്തായിരിക്കും? റിഫ്ലെക്സീവ് ആയിരിക്കും. വളരെ പെട്ടെന്ന് തന്നെ കിട്ടിയല്ലേ. ഇനി ലെറ്റ് T1 T2, T1ഉം T2ഉം ആറിലുണ്ടെന്ന് നമ്മൾ എടുക്കുന്നു. അപ്പോൾ ആറിലുണ്ടെങ്കിൽ എന്താണ് അവർ പറഞ്ഞ കണ്ടീഷൻ? T1 സിമിലർ ടു T2. T1 T2നോട് സിമിലർ ആണെങ്കിൽ ഉറപ്പായിട്ടും നമ്മുടെ T2 എന്തിനോട് സിമിലർ ആയിരിക്കും? T1നോട് സിമിലർ ആയിരിക്കും. സോ അവർ ഓർഡർഡ് പെയർ T2 T1 ബിലോങ്സ് ടു R. അപ്പോൾ T1 T2 ആറിലുണ്ടെന്ന് നമ്മൾ എടുത്തു. ഇപ്പം നമുക്ക് എന്ത് കിട്ടി? T2 T3 ആറിലുണ്ടെന്ന് കിട്ടി. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ റിലേഷൻ R എന്ന് പറയുന്നത് എന്താണ്? സിമെട്രിക് ആണെന്ന് കിട്ടി. യെസ്, ഇറ്റ് ഈസ് സിമെട്രിക്. ഇനി ഒരു കണ്ടീഷനും കൂടെ ഉണ്ട് നമുക്ക് പ്രൂവ് ചെയ്യാൻ. എന്തായിരുന്നു? ട്രാൻസിറ്റീവ് ആണോ എന്ന് നോക്കാം. അതിനുവേണ്ടി നമ്മൾ T1 T2 ആറിലുണ്ടെന്ന് എടുക്കും. അതുപോലെ തന്നെ അവിടെ തീർന്ന ആൾ, അതായത് T2 വേറൊരു എലമെൻറ്റ് T2 T3 ആറിലുണ്ടെന്ന് എടുക്കും. നമ്മുടെ തന്നിരിക്കുന്ന റിലേഷൻ വെച്ചിട്ട് ഇത് ആറിലുണ്ടെങ്കിൽ, അതായത് T1 T2 ആറിലുണ്ടെങ്കിൽ അതിൽ നിന്ന് എന്ത് കിട്ടും? T1 ഇസ് സിമിലർ ടു T2 ആൻഡ് T2 T3 ആറിലുണ്ടെങ്കിൽ അതിൽ നിന്ന് എന്ത് കിട്ടും? T2 ഇസ് സിമിലർ ടു T3 എന്ന് കിട്ടും. അപ്പോൾ ഉറപ്പായിട്ടും T1 T2ന് സിമിലർ ആണ്. ഈ T2 T3ക്ക് സിമിലർ ആണെങ്കിൽ വി ക്യാൻ സേ ദാറ്റ് T1 is similar to T3. അപ്പോൾ T1 T3ക്ക് സിമിലർ ആണെങ്കിൽ വാട്ട് വി ക്യാൻ കൺക്ലൂഡ്? T1 T3 ബിലോങ്സ് ടു R. അപ്പോൾ അതുകൊണ്ട് തന്നെ R എന്താണ്? ട്രാൻസിറ്റീവ് ആണെന്ന് കിട്ടും. R is ട്രാൻസിറ്റീവ്. R ഒരേ സമയം റിഫ്ലെക്സീവ് ആണ്, സിമെട്രിക് ആണ്, അതുപോലെ തന്നെ ട്രാൻസിറ്റീവ് ആണ്. Therefore our relation R is an equivalence relation. R ഇക്വലൻസ് റിലേഷൻ ആണെന്ന് കിട്ടും. യെസ്. ഇനി ആ ക്വസ്റ്റ്യനിൽ തന്നെ വേറൊരു കാര്യം അവർ പറഞ്ഞിട്ടുണ്ട്. കൺസിഡർ 3 റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ T1 T2 T3. 3 ട്രയാങ്കിൾസ് കൺസിഡർ ചെയ്യണം. അതിൻ്റെ സൈഡ്സ് ഒക്കെ അവർ തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ വിച്ച് ഓഫ് ദ ഫോളോയിങ് ട്രയാങ്കിൾസ് ആർ റിലേറ്റഡ് ടു ഈച്ച് അതർ എന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ അവർ പറഞ്ഞിരിക്കുന്നത് T1 എന്ന് പറയുന്ന ട്രയാങ്കിളിൻ്റെ സൈഡ്സ് തന്നിട്ടുണ്ട്. T1ൻ്റെ സൈഡ്സ് എത്രയാണ്? 3, 4, 5 എന്നവർ തന്നിട്ടുണ്ട്. ലൈക്ക് ദാറ്റ് T2വിൻ്റെ സൈഡ്സ് തന്നിരുന്നത് 5, 12, 13 ആൻഡ് T3യുടെ സൈഡ്സ് തന്നിരുന്നത് 6, 8, 10 ഇതായിരുന്നു തന്നിരുന്നത്. നമുക്കിനി ആദ്യത്തെ പെയർ നോക്കാം. T1ഉം T2. ഓക്കെ, T1 ആൻഡ് T2. ലെറ്റ് us check. What is 3/5? അതൊരു ഡെസിമലായിട്ട് വരും അല്ലേ? ഈസ് 3/5 ഈക്വൽ ടു 4/12? അല്ല. ഈസ് ഇറ്റ് ഈക്വൽ ടു 5/13? അല്ല. അപ്പം നമുക്ക് ഈ കേസിൽ അത് രണ്ടും റിലേറ്റഡ് അല്ല എന്ന് കിട്ടും. ഇനി ഐ ആം ഗോയിങ് ടു ടേക്ക് T1 ആൻഡ് T3. T1ഉം T3യും കൂടെ എടുക്കാം. ഇതാ 3/6 എത്രയാണ്? 1/2 ആണല്ലേ. 4/8 അതും 1/2 ആണ്. ആൻഡ് 5/10 ദാറ്റ് ഇസ് ഓൾസോ 1/2. അപ്പോൾ ഈ T1ഉം T3യും പരസ്പരം എന്താണ്? റിലേറ്റഡ് ആണ്. T1 ആൻഡ് T3 ആർ റിലേറ്റഡ് ടു ഈച്ച് അതർ. റീസൺ എന്താ? സിൻസ് 3/6
is equal to 4/8 is equal to 5/10 എന്ന് കിട്ടും അല്ലേ. ആ രണ്ട് ട്രയാങ്കിൾസിൻ്റെ സൈഡ്സിൻ്റെ റേഷ്യോ എല്ലാം സെയിം തന്നെയാണ്. സെയിം ആയതുകൊണ്ട് തന്നെ നമുക്ക് പറയാൻ പറ്റും T1 and T3 ആർ റിലേറ്റഡ് ടു ഈച്ച് അതർ. ഇനി T2 T3 കൂടെ ഒന്ന് നോക്കിയിട്ട് പോവാം. 5/6 12/8 ഈക്വൽ ആണോ? അത് 13/10 ഈക്വൽ അല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർ തമ്മിൽ റിലേറ്റഡ് അല്ല. അപ്പോൾ ഇവിടെ റിലേറ്റഡ് ആയിട്ടുള്ളത് T1 and T3 ആണ്. അപ്പോൾ ഇതായിരുന്നു ക്വസ്റ്റ്യൻ നമ്പർ 12 രണ്ടാമത്തെ പാർട്ടിൽ അവർ തന്നിരുന്നത്. കൺസിഡർ 3 ട്രയാങ്കിൾസ്, 3 ട്രയാങ്കിൾസ് തന്നിരുന്നു. വിച്ച് ഓഫ് ദ ട്രയാങ്കിൾസ് ആർ റിലേറ്റഡ് ടു ഈച്ച് അതർ എന്നായിരുന്നു ചോദിച്ചിരുന്നത്. ഇനി ക്വസ്റ്റ്യൻ നമ്പർ 13 നോക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 13 തന്നിരിക്കുന്നത് ഇതുപോലെ തന്നെ ഷോ ദാറ്റ് ദ റിലേഷൻ ആർ ഡിഫൈൻഡ് ഇൻ ദ സെറ്റ് എ ഓഫ് ഓൾ പോളിഗൺസ്. അപ്പോൾ ഒരു പ്ലെയിനിൽ നമുക്ക് വരയ്ക്കാൻ പറ്റുന്ന എല്ലാ പോളിഗൺസിൻ്റെയും കളക്ഷനാണ് സെറ്റ് എ എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇതാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. ആൻഡ് റിലേഷൻ എന്താ തന്നിരിക്കുന്നത്? റിലേഷൻ ഇസ് ഡിഫൈൻഡ് ആസ് ആർ such that P1 P2 such that P1 and P2 have same number of sides. രണ്ട് പോളിഗൺസിന് ഒരേ നമ്പർ ഓഫ് സൈഡ്സ് ആണെങ്കിൽ ആ രണ്ട് പോളിഗൺസും നമ്മുടെ റിലേഷൻ്റെ അകത്തുണ്ട്. അവരുടെ ആ ഓർഡേഡ് പെയർ നമ്മുടെ റിലേഷൻ്റെ അകത്ത് ഉണ്ട്. സപ്പോസ് ഞാനിങ്ങനെ ഒരു ട്രയാങ്കിൾ വരച്ചു, ഇങ്ങനെ ഒരു ട്രയാങ്കിൾ വരച്ചു. ബോത്ത് ദീസ് ഫിഗേഴ്സ് ആർ പോളിഗൺസ് അല്ലേ. മൂന്നോ അതിൽ കൂടുതലോ സൈഡ്സ് ഉള്ള ക്ലോസ്ഡ് ഫിഗേഴ്സിനെയാണ് നമ്മൾ പോളിഗൺസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ 2നും 3 സൈഡ്സ് അല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ രണ്ട് ട്രയാങ്കിൾസും ആ രണ്ട് പോളിഗൺസും നമ്മുടെ ഈ റിലേഷൻ്റെ അകത്ത് ഉണ്ട്. ഞാൻ വേറൊരു എക്സാമ്പിൾ തരാം. അതായത് ഇപ്പോൾ സപ്പോസ് ഞാനൊരു സ്ക്വയർ വരച്ചു. ലെറ്റ് ഇറ്റ് ബി ABCD. ഒരു ക്വാഡ്രിലേറ്ററൽ വരച്ചു. ഇത് EFGH. ഒരു സ്ക്വയറും ഒരു ക്വാഡ്രിലേറ്ററലും. ഈ സ്ക്വയറിന് എത്ര സൈഡ്സ് ഉണ്ട്? 4 സൈഡ്സ്. ഈ ക്വാഡ്രിലേറ്ററൽ എത്ര സൈഡ്സ് ഉണ്ട്? അതിനും 4 സൈഡ്സ് ആണ്. അപ്പോൾ ഈ സ്ക്വയർ ആൻഡ് ദിസ് ക്വാഡ്രിലേറ്ററൽ അവരുടെ പെയർ എന്ന് പറയുന്നത് എവിടെ ഉണ്ടാവും? നമ്മുടെ റിലേഷൻ്റെ അകത്ത് ഉണ്ടാവും. അതാണ് നമുക്ക് തന്നിരിക്കുന്ന റിലേഷൻ. അപ്പോൾ ഇത് ഈക്വലൻസ് ആണെന്നാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. അപ്പോൾ നിങ്ങൾ നോക്കിക്കേ, നമ്മളൊരു പോളിഗൺ എടുത്തു. പി എന്ന് പറയുന്ന പോളിഗണോട് റിലേറ്റഡ് അല്ലേ? അത് അതിനോട് തന്നെ റിലേറ്റഡ് അല്ലേ? കാര്യം എന്താ? ബോത്ത് ആർ സെയിം പോളിഗൺസ് അല്ലേ. ബോത്ത് ആർ സെയിം. രണ്ടും സെയിം ആയതുകൊണ്ട് സെയിം അല്ലേ, സെയിം നമ്പർ ഓഫ് സൈഡ്സ് ആയിരിക്കും. സെയിം നമ്പർ ഓഫ് സൈഡ്സ് ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ പി എന്ന് പറയുന്ന പോളിഗൺ അതിനോട് തന്നെ റിലേറ്റഡ് ആണ്. ദെർഫോർ അവർ റിലേഷൻ ആർ ഇസ് റിഫ്ലെക്സീവ് എന്ന് നമുക്ക് കിട്ടും. നമ്മൾ നേരത്തെ എടുത്തതൊക്കെ പോലെ തന്നെ. ആൻഡ് നെക്സ്റ്റ് വൺ, ലെറ്റ് P1 P2 P1ഉം P2ഉം ആറിലുണ്ടെന്ന് എടുക്കുന്നു. P1ഉം P2 ആറിലുണ്ടെങ്കിൽ എന്താണ് നമ്മളിപ്പോൾ പറഞ്ഞത്? ക്വസ്റ്റ്യനിൽ എന്താ പറഞ്ഞിരിക്കുന്നത്? P1ഉം P2 ആറിലുണ്ടെങ്കിൽ P1 and P2 ഹാവ് സെയിം നമ്പർ ഓഫ് സൈഡ്സ് അല്ലേ. ദാറ്റ് മീൻസ് P1 and P2 ഹാവ് സെയിം നമ്പർ ഓഫ് സൈഡ്സ് എന്ന് കിട്ടും. P1നും P2നും സെയിം നമ്പർ ഓഫ് സൈഡ്സ് ആണ്. തിരിച്ച് പറഞ്ഞാലും ഒരുപോലെ തന്നെയല്ലേ വരിക. P2 and P1 ഹാവ് സെയിം നമ്പർ ഓഫ് സൈഡ്സ് എന്ന് കിട്ടും. അപ്പോൾ P2നും P1നും സെയിം നമ്പർ ഓഫ് സൈഡ്സ് ആണെങ്കിൽ ഓർഡേഡ് പെയർ P2 P1 എവിടെ ഉണ്ടാവും? നമ്മുടെ ആറിൽ ഉണ്ടാകും. P1 P2 ആറിലുണ്ടെന്ന് എടുത്തു. ഇപ്പോൾ തിരിച്ച് P2 P1 ആറിലുണ്ടെന്ന് കിട്ടി. Therefore we can conclude that R is symmetric. R സിമെട്രിക് ആണെന്ന് നമുക്ക് കിട്ടും. സെക്കൻഡ് വൺ. ആൻഡ് അടുത്തത് എന്താ നമ്മൾ എടുക്കുക? 2 ഓർഡർഡ് പെയർസ് എടുക്കും. P1 P2 ആറിലുണ്ടെന്ന് എടുക്കും. ഇനി ആദ്യം തീർന്നതിൽ തുടങ്ങും നമ്മൾ. P2 P3 ആറിലുണ്ടെന്ന് നമ്മൾ എടുക്കും. അപ്പോൾ ഈ 2 എണ്ണത്തിൽ നിന്നും നമ്മുടെ ഡെഫിനിഷൻ വെച്ചിട്ട് എന്ത് പറയാൻ പറ്റും? P1 and P2 ഹാവ് സെയിം നമ്പർ ഓഫ് സൈഡ്സ് എന്ന് കിട്ടും. ആൻഡ് ഈ കണ്ടീഷനിൽ നിന്ന് എന്താ നമുക്ക് കിട്ടുക? ആൻഡ് P2 and P3 ഹാവ് സെയിം നമ്പർ ഓഫ് സൈഡ്സ് എന്ന് കിട്ടും. P1നും P2നും സെയിം നമ്പർ ഓഫ് സൈഡ്സ് ആണ്. ആ P2ൻ്റെ സൈഡ്സ് എത്രയാണോ അത് തന്നെ ആയിരിക്കും P3യുടെ നമ്പർ ഓഫ് സൈഡ്സും വരുന്നത്. അപ്പോൾ ഷുവർലി P1 and P2 ഹാവ് സെയിം നമ്പർ ഓഫ് സൈഡ്സ്. P1 and P3 have same
നമ്പർ ഓഫ് സൈഡ്സ്. അപ്പോൾ P1നും P3ക്കും സെയിം നമ്പർ ഓഫ് സൈഡ്സ് ആണെങ്കിൽ അതിൽ നിന്ന് P1 P3 എന്ന് പറയുന്ന ഓർഡേർഡ് പെയർ നമ്മുടെ റിലേഷൻ്റെ അകത്ത് ഉണ്ടാകും. നമ്മൾ P1 P2 ആറിലുണ്ടെന്ന് എടുത്തു, P2 P3 ആറിലുണ്ടെന്ന് എടുത്തു. ഇപ്പോൾ ഇവിടുത്തെ ആദ്യത്തെ ആളും ഇവിടുത്തെ അവസാനത്തെ ആളും, അതായത് P1 ആൻഡ് P3 ആറിലുണ്ടെന്ന് കിട്ടി. ദാറ്റ് ഈസ് R ഇസ് ട്രാൻസിറ്റീവ് എന്ന് നമുക്ക് പറയാൻ പറ്റും. മൂന്നും സാറ്റിസ്ഫൈ ചെയ്യുന്നത് കൊണ്ട് തന്നെ അത് ഇക്വിവലൻസ് റിലേഷൻ ആണെന്ന് നമുക്ക് കിട്ടും. മൂന്ന് കാര്യങ്ങളും സാറ്റിസ്ഫൈ ചെയ്തു. ഇനി ഒരു ക്വസ്റ്റ്യനും കൂടെ അതിൻ്റെ അകത്തുണ്ടായിരുന്നു. What is the set of all elements in A related to the right-angled triangle T with sides 3, 4, 5? എന്തോ ക്വസ്റ്റ്യൻ എന്തോ പറഞ്ഞിരിക്കുന്നത്, ഒരു റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിൾ തന്നിട്ടുണ്ട്, 3, 4, 5 സൈഡ്സിൻ്റെ ലെങ്ത് തന്നിട്ടുണ്ട്. ഈ ട്രയാങ്കിളുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള എലമെൻറ്റ്സ് നമ്മുടെ എ എന്ന് പറയുന്ന സെറ്റിൽ ഈ ട്രയാങ്കിളുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള എലമെൻറ്റ്സ് ഏതൊക്കെയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇപ്പോൾ ആക്ച്വലി ഇവർ റൈറ്റ് ആംഗിൾ ട്രയാങ്കിളൊന്നും സൈഡ്സും ഒക്കെ തന്നിരിക്കുന്നതിൻ്റെ ഒരു ആവശ്യമില്ല, നമ്മൾ തെറ്റിക്കാൻ വേണ്ടി തന്നിരിക്കുന്നതാണ്. ഈ ഒരു ട്രയാങ്കിൾ എടുത്തു കഴിഞ്ഞാൽ അതിനോട് റിലേറ്റഡ് ആയിട്ടുള്ള ആൾക്കാർ ആരൊക്കെയാണ് നമുക്ക് തന്നിരിക്കുന്ന റിലേഷൻ വെച്ചിട്ട്? ട്രയാങ്കിളിന് എത്ര നമ്പർ ഓഫ് സൈഡ്സ് ഉണ്ട്? 3 സൈഡ്സ് ഉണ്ടല്ലേ. അപ്പം 3 സൈഡ്സുള്ള ബാക്കി എല്ലാ പോളിഗൺസും നമ്മുടെ ഈ ട്രയാങ്കിളിനോട് റിലേറ്റഡ് ആയിരിക്കും. 3 സൈഡ്സുള്ള പോളിഗൺ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? അത് ബാക്കി ട്രയാങ്കിൾസ് ആയിരിക്കത്തില്ലേ. അപ്പോൾ ദ സെറ്റ് ഓഫ് ഓൾ ട്രയാങ്കിൾസ് റിലേറ്റഡ് ടു ദ ഗിവൺ ട്രയാങ്കിൾ ഈസ് ദ സെറ്റ് ഓഫ് ഓൾ എലമെൻറ്റ്സ് റിലേറ്റഡ് ടു ദ ഗിവൺ ട്രയാങ്കിൾ ഈസ് ദ സെറ്റ് ഓഫ് ഓൾ ട്രയാങ്കിൾസ്. ബാക്കി നമുക്ക് പ്ലെയിനിൽ വരയ്ക്കാൻ പറ്റുന്ന എല്ലാ ട്രയാങ്കിൾസും നമ്മുടെ ഗിവൺ ട്രയാങ്കിളിനോട് റിലേറ്റഡ് ആണ്. അപ്പോൾ രണ്ടാമത്തേതിൻ്റെ ആൻസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ സെറ്റ് ഓഫ് all elements related to given triangle T is the set of all triangles. ബാക്കി എല്ലാ ട്രയാങ്കിൾസും നമ്മുടെ ഗിവൺ ട്രയാങ്കിളിനോട് സിമിലർ ആണ്. കാര്യം എന്താ? സെയിം നമ്പർ ഓഫ് സൈഡ്സ് ഉള്ള ആൾക്കാരല്ലേ റിലേറ്റഡ് ആയിട്ടുള്ളൂ എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ട്രയാങ്കിളിനോട് റിലേറ്റഡ് ആയിട്ടുള്ള ആരൊക്കെയാണ്? ബാക്കി നമുക്ക് ഒരു പ്ലെയിനിൽ വരയ്ക്കാൻ പറ്റുന്ന എല്ലാ ട്രയാങ്കിൾസുമായിട്ട് തന്നിരിക്കുന്ന ട്രയാങ്കിളിനൊരു റിലേഷൻ ഉണ്ട്. സോ ഇതായിരുന്നു നമ്മുടെ ക്വസ്റ്റ്യൻ നമ്പർ 13. ഇനി ക്വസ്റ്റ്യൻ നമ്പർ 14 സിമ്പിളാണ്. നോക്കിക്കേ എന്ത് തന്നിരിക്കുന്നത്. ലെറ്റ് എൽ ബി ദ സെറ്റ് ഓഫ് ഓൾ ലൈൻസ് ഇൻ XY പ്ലെയിൻ. നമ്മുടെ XY പ്ലെയിനിൽ നമുക്ക് വരയ്ക്കാൻ പറ്റുന്ന എല്ലാ ലൈൻസും എങ്ങനെ വേണമെങ്കിലും ഒക്കെ വരയ്ക്കാം. ഈ ലൈൻസിൻ്റെ എല്ലാത്തിൻ്റെയും കളക്ഷനാണ് നമ്മുടെ L എന്ന് പറയുന്ന സെറ്റ്. ഇനി റിലേഷൻ എന്താ പറഞ്ഞിരിക്കുന്നത്? L1 L2 ആറിലുണ്ടാകും. എപ്പോൾ? L1 is parallel to L2. L1 എന്ന് പറയുന്ന ലൈൻ L2 എന്ന് പറയുന്ന ലൈനിന് പാരലൽ ആണെങ്കിൽ ഇത് L1 ഇത് L2. അങ്ങനെയാണെങ്കിൽ ഇവർ തമ്മിലുള്ള ഓർഡേർഡ് പെയർ L1 L2 നമ്മുടെ ആറിലുണ്ടാകും എന്നാണ് തന്നിരിക്കുന്നത്. അപ്പോൾ ഈ റിലേഷനാണ് നമുക്ക് ആദ്യം ചെക്ക് ചെയ്യേണ്ടത്. ഈക്വലൻസ് ആണെന്ന് പ്രൂവ് ചെയ്യണം. സോ ഞാൻ ആദ്യം ഒരു ലൈൻ എടുക്കുന്നു, L1 എന്ന് പറയുന്ന ഒരു ലൈൻ. ഈ ലൈൻ ഇതിനോട് തന്നെ പാരലൽ അല്ലേ? അതെ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് പറയാൻ പറ്റും? L1 related to each other, അല്ലെ L1 belongs to R എന്ന് എഴുതാം. കാര്യം എന്താ? സിൻസ് എവറി ലൈൻ ഈസ് പാരലൽ ടു ഇറ്റ് സെൽഫ്. എല്ലാ ലൈനും ആ ലൈനിനോട് പാരലലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ റിലേഷൻ R എന്ന് പറഞ്ഞാൽ റിഫ്ലെക്സീവ് ആണ്. ഇനി അടുത്ത കണ്ടീഷൻ, L1 L2 ആറിലുണ്ടെന്ന് നമ്മൾ എടുക്കും. അപ്പോൾ അതിൽ നിന്ന് എന്താ നമുക്ക് കിട്ടുക? L1 പാരലൽ ടു L2 ആണ്. L1 എന്ന് പറയുന്ന ഒരു ലൈൻ, ഇത് L1 ആണ്, ഇത് L2 ആണ്. L1 L2വിനോട് പാരലൽ ആണെങ്കിൽ തിരിച്ചും നമുക്ക് പറയാൻ പറ്റും L2 L1നോട് പാരലൽ ആണെന്ന്. യെസ്, ദാറ്റ് ഇംപ്ലൈസ് L2 പാരലൽ ടു L1. അപ്പോൾ L2 L1നോട് പാരലൽ ആണെങ്കിൽ ഫ്രം അവർ ഡെഫിനിഷൻ വി ക്യാൻ കൺക്ലൂഡ് ദാറ്റ് L2 L1 ബിലോങ്സ് ടു R എന്ന് കൺക്ലൂഡ് ചെയ്യാം. ദാറ്റ് മീൻസ് അവർ റിലേഷൻ R ഇസ് സിമെട്രിക്. നമ്മുടെ റിലേഷൻ R എന്ന് പറഞ്ഞാൽ സിമെട്രിക് ആയിരിക്കും. ഇനി ട്രാൻസിറ്റീവിൻ്റെ കേസ്, ലെറ്റ് L1 L2 ആറിലുണ്ടെന്ന് എടുത്തു ആൻഡ് L2 L3യും ആറിലുണ്ടെന്ന് നമ്മൾ എടുക്കും. L1 L2 ആറിലുണ്ടെങ്കിൽ എന്താ നമുക്ക് പറയാൻ പറ്റുക? L1 പാരലൽ ടു L2 എന്ന് കിട്ടും. ഇനി ഇതിൽ നിന്ന് എന്ത് കിട്ടും?
L2 പാരലൽ ടു L3 എന്ന് കിട്ടും. നമുക്കൊന്ന് വരച്ചു നോക്കാം. സി ദിസ് ഇസ് L1, ദിസ് ഇസ് L2 ആൻഡ് ദിസ് ഇസ് L3. L1, L2, L3. നിങ്ങൾ നോക്കിക്കേ, L1 L2വിനോട് പാരലലാണ്. ആൻഡ് ലൈക്ക് ദാറ്റ് L2 ഇസ് പാരലൽ ടു L3. ഉറപ്പായിട്ട് L1 L3ക്ക് പാരലല്ലേ? ഉറപ്പാണ്. L1 ഇസ് പാരലൽ ടു L3. L1 L3ക്ക് പാരലാണെങ്കിൽ വി ക്യാൻ കൺക്ലൂഡ് ദാറ്റ് L1 L3 ബിലോങ്സ് ടു R. അതുകൊണ്ട് തന്നെ R എന്താണ്? R ട്രാൻസിറ്റീവ് ആണ്. R is ട്രാൻസിറ്റീവ്. സിമെട്രിക് ആണ്, ട്രാൻസിറ്റീവ് ആണ് ആൻഡ് ഓൾസോ റിഫ്ലെക്സീവ്. സോ R ഈസ് ആൻ ഇക്വിവാലൻസ് റിലേഷൻ. R ഒരു ഇക്വിവാലൻസ് റിലേഷൻ ആണെന്ന് നമുക്ക് കിട്ടും. ഇനി ഒരു ക്വസ്റ്റ്യനും കൂടെ ഉണ്ടായിരുന്നു. ഫൈൻഡ് ദ സെറ്റ് ഓഫ് ഓൾ ലൈൻസ് റിലേറ്റഡ് ടു ദ ലൈൻ y ഈക്വൽ ടു 2x + 3. അപ്പോൾ ഇവിടുത്തെ റിലേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? രണ്ട് ലൈൻസ് പാരലൽ ആണെങ്കിലാണ് പരസ്പരം റിലേറ്റഡ് ആകുന്നത്. നമുക്ക് വേണ്ടത് y ഈക്വൽ ടു 2x + 4 എന്ന് പറയുന്ന ലൈനിനോട് പാരലായിട്ടുള്ള ലൈൻസ് ഏതൊക്കെയാണെന്ന് നമുക്ക് കണ്ടുപിടിച്ചാൽ മതി. അവരായിരിക്കുമല്ലോ ആ ലൈനിനോട് റിലേറ്റഡ് ആയിട്ടുള്ളത്. അപ്പോൾ നമുക്കറിയാമല്ലേ, ഇക്വേഷൻ ഓഫ് എ ലൈൻ, ഒരു ലൈനിൻ്റെ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ y ഈക്വൽ ടു mx + c ആണ്. അതിൽ ഈ m എന്ന് പറയുന്ന ആളാണ് സ്ലോപ്പായിട്ട് വരുന്നത്. m ഇസ് ദ സ്ലോപ്പ്. അപ്പം നമ്മുടെ ഗിവൺ ലൈൻ എന്ന് പറഞ്ഞാൽ y ഈസ് ഈക്വൽ ടു 2x + 4 ആണ്. അപ്പോൾ ഇവിടുത്തെ സ്ലോപ്പ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? സ്ലോപ്പ് ഇസ് ഈക്വൽ ടു 2 ആണ്. നമുക്കറിയാവുന്ന കാര്യം, രണ്ട് പാരലൽ ലൈൻസ് എടുത്താൽ അവർക്ക് സെയിം സ്ലോപ്പായിരിക്കും, ഒരേ സ്ലോപ്പായിരിക്കും. ബാക്കി വരുന്ന ആ കോൺസ്റ്റൻറ്റ് ഡിഫറെൻ്റ് ആയിരിക്കും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഗിവൺ ലൈനായ y ഈസ് ഈക്വൽ ടു 2x + 4 റിലേറ്റഡ് ആയിട്ടുള്ളത് ബാക്കി ഇതിനോട് പാരലായിട്ടുള്ള എല്ലാ ലൈൻസിൻ്റെയും കളക്ഷൻ ആയിരിക്കും. Therefore, we can say that the set of all lines of the form y ഈക്വൽ ടു സ്ലോപ്പ് സെയിം ആയിരിക്കും എന്നാണ് പറഞ്ഞത്. അപ്പോൾ 2 തന്നെ ആയിരിക്കും. 2x പ്ലസ് കോൺസ്റ്റൻറ്റ് എന്ത് വേണമെങ്കിലും ആകാം, 2x + c. ഈ ഫോമിൽ വരുന്നത് സിക്ക് എന്ത് വാല്യൂ വേണമെങ്കിലും നമുക്ക് വരാം. ഇപ്പോൾ 2x + 2 എന്നോ 2x + 4 എന്നോ അല്ലെങ്കിൽ 2x + 6 എന്നോ 2x + -2 എന്നോ എന്ത് വേണമെങ്കിലും വരാം. അങ്ങനെ ഈ ഫോമിൽ വരയ്ക്കാൻ പറ്റുന്ന, ഈ ഫോമിലുള്ള ബാക്കിയുള്ള എല്ലാ ലൈൻസും നമ്മുടെ തന്നിരിക്കുന്ന ലൈനുമായിട്ട് റിലേറ്റഡ് ആണ്. ആർ റിലേറ്റഡ് ടു y ഈസ് ഈക്വൽ ടു 2x + 4. അതായിരിക്കും ആ രണ്ടാമത്തെ തന്നിരിക്കുന്ന പാർട്ടിൻ്റെ ആൻസറായിട്ട് വരുന്നത്. ഓക്കെ, ഇനി ക്വസ്റ്റ്യൻ നമ്പർ 15 MCQ ആണ്. ഒരു സെറ്റ് തന്നിട്ടുണ്ട്. ഈ സെറ്റാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. റിലേഷനും തന്നിട്ടുണ്ട്. ഇത്രയും ആൾക്കാരുണ്ട് അതിൽ. നമുക്ക് ആൻസർ ഏതാണെന്ന് ചൂസ് ചെയ്യണം. ഓക്കെ, ക്വസ്റ്റ്യൻ നമ്പർ 15. സോ ഇവിടെ ആദ്യം റിഫ്ലെക്സീവ് ആണ്, നമുക്ക് നോക്കാം. 1 ഉണ്ട്, 2 ഉണ്ട്, 3 ഉണ്ട്, 4 ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ റിലേഷൻ എന്താണ്? റിഫ്ലെക്സീവ് ആണെന്ന് നമുക്ക് കിട്ടും. ഓക്കെ, റിഫ്ലെക്സീവ് ആണെന്ന് കിട്ടും. ഇനി നമുക്ക് സിമെട്രിക് ആണോ എന്ന് നോക്കാം. 1 2 ഉണ്ട്. 2 1 ഉണ്ടോ ഇതിൻ്റെ അകത്ത്? 2 1 ഇല്ല. അപ്പോൾ നമുക്ക് അതിൽ നിന്ന് തന്നെ കൺക്ലൂഡ് ചെയ്യാം അത് നോട്ട് സിമെട്രിക് ആണെന്ന്. ഓക്കെ, നോട്ട് സിമെട്രിക്. ഇനി 1 2 ഉണ്ട്. 2ൽ തുടങ്ങുന്ന എന്തെങ്കിലും ഉണ്ടോ? 2ൽ തുടങ്ങുന്നില്ല, അപ്പോൾ അത് നോക്കണ്ട. ഇനി 1 3 ഉണ്ട്, 3 2 ഉണ്ട്. കണ്ടോ, 3ൽ തീർന്ന് ഇവിടെ 3ൽ തുടങ്ങുന്ന ഒരെണ്ണമുണ്ട്. തിരിച്ച് 1 2 ഉണ്ടോ? യെസ്, 1 2 ഉണ്ട്. അപ്പോൾ ഇതേപോലെ എടുക്കാൻ പറ്റുന്നത് ഇത് രണ്ടുമല്ലേ ഉള്ളൂ, വേറെ ഒന്നും വരുന്നില്ല. യെസ്, അപ്പോൾ അത് ട്രാൻസിറ്റീവാണ്. ഇക്വിവലൻസ് അല്ല, നോട്ട് ഇക്വിവലൻസ് ആണ്. അപ്പോൾ ഇത് മൂന്നും സാറ്റിസ്ഫൈ ചെയ്യുന്ന, ഇത് മൂന്നും വരുന്ന എന്തിന്? ആർ ഇസ് റിഫ്ലെക്സീവ് ആൻഡ് സിമെട്രിക് ബട്ട് നോട്ട് ട്രാൻസിറ്റീവ് ആണെന്ന് കിട്ടിയത്. അപ്പോൾ ഇതല്ല. ആർ ഇസ് റിഫ്ലെക്സീവ് ആണ്, ട്രാൻസിറ്റീവ് ആണ്, ബട്ട് നോട്ട് സിമെട്രിക്. യെസ്. അപ്പോൾ നമ്മുടെ ആൻസർ എന്ത് വരും? ഓപ്ഷൻ ബി ആണ് നമ്മുടെ ആൻസർ വരുന്നത്. ദിസ് ഈസ് ക്വസ്റ്റ്യൻ നമ്പർ 15. ഇനി ക്വസ്റ്റ്യൻ നമ്പർ 16 നോക്കാം. ഒരു റിലേഷൻ നമ്മുടെ നാച്ചുറൽ നമ്പറിൽ തന്നിട്ടുണ്ട്. റിലേഷൻ ഇതാണ്: a ഈക്വൽ ടു b - 2
അതിൽ ബി എല്ലാ ബിയും എടുക്കാൻ പറ്റില്ല, 6-നേക്കാൾ കൂടുതലുള്ള ബി ആയിരിക്കണം എടുക്കുന്നത്. ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന എല്ലാ ഓർഡർഡ് പെയർ എ ബിയും നമ്മുടെ റിലേഷനകത്ത് ഉണ്ടാവും. ദാറ്റ് ഇസ് എ ഗിവൺ റിലേഷൻ ആൻഡ് വി നീഡ് ടു ചൂസ് ദ കറക്റ്റ് ആൻസർ ഫ്രം ദിസ്. സി, നിങ്ങൾ നോക്കിക്കേ, രണ്ടാമത് കിടക്കുന്ന ആൾ ഉറപ്പായിട്ടും 6-നേക്കാൾ കൂടുതലായിരിക്കണം അല്ലേ? അപ്പോൾ 6-നേക്കാൾ കൂടുതലായിരിക്കണം. അപ്പോൾ അതിൽ നിന്ന് തന്നെ ഓപ്ഷൻ എ തെറ്റാണെന്ന് കിട്ടി. കാര്യം എന്താ? ഇവിടെ 4 ആവുന്നത്. 4 is not greater than 6. ഇനി ബാക്കി 3 നമുക്ക് ചെക്ക് ചെയ്യണം. അപ്പോൾ ആദ്യം നമുക്ക് 3-8 എന്ന് പറയുന്ന 3-8 ബിലോങ്സ് ടു R ആണോ നമുക്ക് ചെക്ക് ചെയ്യാം. നമുക്ക് എന്താ വേണ്ടത്? എ, ആദ്യത്തെ ആൾ, അതായത് ആ ഓർഡർഡ് പെയറിൽ കിടക്കുന്ന ആദ്യത്തെ ആൾ ഈക്വൽ ടു B - 2 ആയിരിക്കണം. നമുക്ക് നോക്കാം. 3 ഈക്വൽ ടു ബി എന്ന് പറഞ്ഞാൽ ഇവിടെ 8 അല്ലേ? 8 - 2 ആണോ? അല്ല, 8 - 2 6 അല്ലേ? 3 നോട്ട് ഈക്വൽ ടു 8 - 2 ആണ്. ദെയർഫോർ ഓപ്ഷൻ ബിയും തെറ്റാണ്. ഓപ്ഷൻ ബി തെറ്റാണ്. ഇനി നമുക്ക് ഓപ്ഷൻ സി നോക്കാം. ഓപ്ഷൻ സി അവർ പറഞ്ഞിരിക്കുന്നത് ഓർഡർഡ് പെയർ 6, 8 ബിലോങ്സ് ടു ആർ എന്നാണ് തന്നിരിക്കുന്നത്. ഈസ് 8 ഈക്വൽ ടു 8 അല്ലല്ലോ, എ ഈസ് ഈക്വൽ ടു എന്നാണ്, സോറി, എ ഈസ് 6 is equal to ബി എന്ന് പറഞ്ഞാൽ ഇവിടെ എന്താ? ബിക്ക് പകരം എന്താ വന്നിരിക്കുന്നത്? 8 ആണ് അല്ലേ? 8 - 2 ആണോ? യെസ്, 6 is equal to 6 എന്ന് വരും. അപ്പോൾ നമ്മുടെ ഓപ്ഷൻ സി ആണ് നമുക്ക് കറക്റ്റ് ആയിട്ടുള്ളത്. ഓപ്ഷൻ സി ആണ് ആൻസർ വരുന്നത്. അപ്പോൾ എക്സസൈസ് 1.1 16 ക്വസ്റ്റ്യൻസ് ആയിരുന്നു വന്നത്. അപ്പോൾ അതെല്ലാം നമ്മൾ ചെയ്തു. ഇനി അടുത്തത് ഫങ്ഷൻസ് സ്റ്റാർട്ട് ചെയ്യുവാണ്. എന്താണ് 1, ഓൺ ടു, മെനി വൺ ഫങ്ഷൻ, ഇതൊക്കെ എന്താണെന്നാണ് അടുത്ത ക്ലാസ്സിൽ നമ്മൾ പറയാൻ പോകുന്നത്. താങ്ക് യു.